അപ്പൊ ഈ കുഞ്ഞനുക്കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും അച്ഛൻ്റെ അടുത്ത് ഒന്നും ഇത് അച്ഛനെല്ലാം വാങ്ങി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ കുഞ്ഞനുക്കുട്ടി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും ശരിക്കും ചെറുപ്പം മുതലേ നിന്റെ ആഗ്രഹം മദർ അതായിരുന്നോ? പ്രോമിസ്. കാരണം എന്ന് വെച്ചാൽ അത് എന്റെ വീട്ടുകാർക്ക് അറിയാം. അച്ഛൻ പണ്ട് നാടകത്തിലുണ്ടായിരുന്നു പണ്ട്. അപ്പൊ അച്ഛൻ എപ്പോഴും എന്നെ കളിയാക്കുന്നുണ്ട്, എന്റെ കഴിവാ നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചുമ്മാ കളിയാക്കുക. ഭയങ്കര ഇഷ്ടം അച്ഛന്. അപ്പം എന്റെ അച്ഛന്റെ സഹോദരിയുടെ ഹസ്ബൻഡ് കുറച്ച് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങളുടെ ആ ഫാമിലി തന്നെ ഒരു ഡയറക്ടറാണ് സജി സുരേന്ദ്രൻ, സംവിധായകൻ ഹാപ്പി ഹസ്ബൻഡിന്റെ. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു സിനിമ ഡയറക്ടർ എന്നൊക്കെ നമുക്കത് ഭയങ്കര പ്രൗഡാണ്. നോക്കുമ്പോൾ ഞങ്ങൾ വെറുതെ പറയും, എന്നെ ഒന്ന് സിനിമയിലൊക്കെ കേട്ടു എന്നൊക്കെ ഞങ്ങൾ വെറുതെ ചോദിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല പെമ്പിള്ളേരുണ്ട്, സുന്ദരിമാര്, അവരൊക്കെ എടുക്കണ്ടേ. വെറുതെ അല്ല, ഞാൻ ചോദിക്കുന്നത് സീരിയസ് ആയിട്ടാ. അങ്ങനെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കൂലേ, നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാവണം മക്കളെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ടീച്ചർ ആവണം, നേഴ്സ് ആവണം, ഡോക്ടർ ആവണം, പോലീസ്. ഞാൻ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അറിയാമോ, എടി എനിക്ക് നടിയാവണം, എടി എനിക്ക് സിനിമ നടിയാവണം എന്നൊക്കെ. ഒന്നും മിണ്ടാതിരിക്കും, ചുമ്മാ ചിരിപ്പിക്കില്ല കേട്ടോ, നീ വേറെ എന്തെങ്കിലും പറഞ്ഞ്. ഇപ്പൊ പോലീസ് ആകാൻ പറ്റില്ല, നീ ഹൈറ്റ് കുറവ്, അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന്. ഞാൻ ചുമ്മാ മിററിന്റെ മുന്നിൽ കിടന്ന് ഞാൻ ഹലോ ഹായ് ഹിറ്റ്സിലേക്ക് സ്വാഗതം, ഇപ്പൊ ആരാണ് വിളിക്കുന്നത്, ഓ അമ്മു ആണോ, എന്തമ്മു വിശേഷം, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചുമ്മാ കിടന്ന് കാണിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കളിക്കും, ചുങ്ക ജില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്യം വെറുതെ തമാശ കിടന്ന് ചുമ്മാ അഭിനയിക്കും. മിററിന്റെ മുന്നിൽ കിടന്ന് കരയും, ഇങ്ങനെ കാണിക്കുക, അങ്ങനെ. ഇതൊക്കെ അച്ഛൻ പറയും, നീ ഒരു നടിയാവും മക്കളെ, നീ ചുമ്മാ പറയുന്നതാ. അങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മൾ അത് ആ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് നടന്ന് +2 കഴിഞ്ഞ് ഒരു 18 വയസ്സ് കോളേജിൽ ആയ സമയത്താണ് ദൈവം നമുക്ക് ആ ഒരു ഭാഗ്യം കൊണ്ടുവരുന്നത്. അതൊരു ഭാഗ്യാട്ടോ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നതും ഇപ്പൊ ഈ ഫീൽഡിൽ ഉള്ളതൊക്കെ ഭാഗ്യം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുഞ്ഞിലെ ചാനലുകളിലേക്കൊക്കെ ഇത് ആങ്കറിങ്ങിന് വേണ്ടിട്ടൊന്നും ഇല്ല, ഞാൻ അയച്ചിട്ടില്ലേ? ചേച്ചി ഞാൻ ഡാൻസോ പാട്ടോ പോലും ഞാൻ ഒരിടത്തും പോയി പെർഫോമൻസ് ചെയ്തിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഒന്നും ഇതുവരെ. ഞാൻ ബാക്ക് സപ്പോർട്ട് മാത്രം, പുറമെ നിന്ന് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അടിപൊളി സൂപ്പർ എന്നൊക്കെ. ഇതുവരെ ഞാൻ സ്റ്റേജിൽ കയറി സ്കൂളിൽ പോയി തിരുവാതിര കളിച്ചിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട്, ഒപ്പന കളിച്ച് തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ എനിക്ക് ഭയങ്കര പേടിയൊക്കെയാണ് ഇതൊക്കെ. പക്ഷെ എന്നാലും ഇത്ര ആഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോ കാണാൻ അവസരങ്ങൾ പ്രതീക്ഷ ഇങ്ങനെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അയച്ചിട്ടുണ്ടോ? ഇല്ല, അയക്കാനും തോന്നിയിട്ടില്ല. നമുക്കതൊന്നും അറിയില്ലല്ലോ, നമുക്ക് സപ്പോർട്ട് ഇല്ലല്ലോ, അങ്ങനെയൊന്നും അയക്കണം ആരുമില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ. അച്ഛൻ, അമ്മ, ചേച്ചി, ഞങ്ങൾ 4 പേരുള്ള ഒരു ഫാമിലി അല്ലേ, അത്രയാണ്. അല്ലാതെ വേറെ റിലേറ്റീവ് അങ്ങനെ നമ്മളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആ സമയത്തില്ല. ഹെൽപ്പ് ചെയ്യാൻ പിന്നെ വന്നത് നമ്മുടെ കുടുംബത്തിലൊരു നാഥൻ ആയിട്ട് വന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാ. ആ പുള്ളിയുടെ നന്ദി പറയണ്ടേ. പുള്ളിയാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കയറ്റി വിട്ടത്. ആണോ? അതുകൊണ്ട് ആ പുള്ളിയുടെ എനിക്ക് ഇപ്പോഴും നന്ദി മാത്രം. ചേട്ടന്റെ പേര് മഹേഷ്. ചേട്ടന്റെ ഫ്രണ്ടാണ് ശങ്കർലാൽ, ഡബിങ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ. ചേട്ടന്റെ ഫ്രണ്ടാ. ഒരു ദിവസം ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ചേട്ടന്റെ ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമില് ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കണം, ഇങ്ങനെയാണ് പെൺകുട്ടികള് പുതിയ, എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞു. ഈ ഫോൺ വെച്ചതിന് ശേഷം ചേച്ചി വെച്ച് ആരാ വിളിച്ചെന്ന്. ശങ്കർലാൽ. അതാരാ? അത് പരസ്പരം സീരിയലില് വിവേക് ഗോപന്റെ സൗണ്ട് എടുക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടി കഴുകൊണ്ട് പെട്ടെന്ന് അയ്യോ ശങ്കർലാൽ, അയ്യോ അതോ അതൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അവൾക്ക് ഇഷ്ടമാണ് അഭിനയിക്കുക. ഇഷ്ടമാണ്. ഈ പുതിയ കുട്ടികൾ നായികയായിട്ട് നോക്കുന്നുണ്ട്, പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു ഫോട്ടോ. അന്ന് വാട്സപ്പ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ പറഞ്ഞു 11 വർഷം മുന്നേ. അപ്പൊ പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2-3 ആഴ്ച എടുത്തു ഞങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട്, ഫോട്ടോ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. ആരും സമ്മതിച്ചില്ല. അത് ഇവളുടെ കയ്യിൽ കാശ് വന്നു കഴിഞ്ഞാൽ ഇവള് സ്വഭാവം മാറും, ഈ ഇൻഡസ്ട്രിയിൽ അത്ര ശരിയല്ല, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് റിലേറ്റീവ്സ് ഒക്കെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ടുകൊണ്ട് അവർ പറഞ്ഞു എൻ്റെ മകൾ അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടു. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി കുറേ ഒരു 10-100 ഫോട്ടോസൊക്കെ എടുത്ത് ഈ ശങ്കർലാൽ ചേട്ടൻ്റെ കൊണ്ട് ചേച്ചിയും ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഡയറക്ടറിന് അയച്ചു കൊടുത്തു. ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിന് അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. നേരിൽ വന്ന് ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ കൊണ്ട് എന്തൊക്കെയോ അഭിനയിപ്പിച്ചു. പൊട്ടക്കണ്ടം വാങ്ങുന്നതുപോലെ എന്തൊക്കെയോ നടന്ന്. എന്നിട്ട് പിന്നെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചു, അഭിനയിച്ചു. ആദ്യം അഭിനയിക്കുന്ന സീരിയലാണ് അനിയത്തി. സുകേഷ് സാറും ഗണേഷ് ചോലിക്കര സാറാണ് അതിൻ്റെ റൈറ്റർ. ഇപ്പോഴും ഞാൻ അവരെവിടെയെങ്കിലും വെച്ച് കാണും, വിളിക്കാറുണ്ട്, മെസ്സേജൊക്കെ അയക്കും.
എനിക്കിപ്പോഴും അവരാണ് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറും ഫസ്റ്റ് റൈറ്റർ. അവരാണ് എന്നെ ശരിക്കും ആ സീരിയലിൽ എനിക്കൊരു വേഷം തന്നത്. ഇപ്പോഴും എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ ശങ്കർലാൽ ചേട്ടൻ, ഇവരാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഒരിക്കലും ഞാൻ മറക്കത്തില്ല അവരെ. നിമിത്തങ്ങളാണ് ഇതെല്ലാം. നിമിത്തം, ഇതൊക്കെ ഒരു മനുഷ്യന്റെ നിമിത്തമാണ്. തലവര എന്നൊക്കെ പറയില്ലേ, അതിനും ഇങ്ങനെ വരണം, ഇങ്ങനെ ആയിത്തീരണം എന്നുള്ളത് തലവരെയാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളെ ഈ ലോകത്ത് എത്രയോ ടാലന്റ് ഉള്ള പിള്ളേരുണ്ടെന്നറിയാമോ? എത്ര പിള്ളേര് മാത്രല്ല, മുതിർന്നവരും ഉണ്ട്. ഒരുപാട് പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, അഭിനയിക്കാൻ, എന്തിനും ഏതിനും. പക്ഷെ എനിക്ക് അവിടുത്തെ നിങ്ങൾ പ്രയത്നിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തലവര അതും കൂടെ ഉണ്ടാവണം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതേ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൂ. അനു നല്ലൊരു തികഞ്ഞ വിശ്വാസിയല്ലേ? അപ്പൊ അനു അതിൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും. ഇനി അടുത്ത് നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ആ സെഗ്മെന്റ് നമ്മൾ സ്കൂളിലേക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കുറെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, അതേപോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളാണ്. ബാക്കി ഞാൻ പറയില്ല, എനിക്കും ഇത് ബാക്കി കാര്യങ്ങള് അനുകുട്ടി തന്നെ അത് ഫിൽ ചെയ്യണം. ഓക്കെ, മര്യാദയ്ക്ക് എന്റെ കാര്യം മാത്രം നോക്കി പോകുന്ന എന്നെ ഇങ്ങോട്ട് കേറി ചൊറിയാൻ വന്നാൽ ഞാൻ കേറി മാന്തും. ചൊറിയാൻ വന്ന മാന്തികള്, അത് ഉറപ്പായിട്ടും. ഓക്കെ, എന്നെ പറ്റിച്ച് എവിടെയെങ്കിലും വിജയിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതൊരിക്കലും നടക്കില്ല. അവിടെ ഞാനേ ജയിക്കുള്ളൂ. പിന്നല്ല, എനിക്ക് വിജയിച്ചേ പറ്റൂ. കാരണം എനിക്ക് വിജയിച്ചേ പറ്റൂ, അതെന്റെ അവകാശമാണ്. ഓക്കെ, എന്നെ ഒറ്റ കൊടുക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കൊന്നളയും എന്നെ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ. എന്റെ സ്വഭാവം അറിയത്തില്ല. നിങ്ങൾക്കുള്ള പണി ഞാൻ തരും. ചിരിച്ചോണ്ടേ പറയുള്ളൂ. അല്ലാതെ മറ്റേത് പറഞ്ഞു എന്നെ ഒറ്റ കൊടുത്തിട്ടില്ല, അതിനുള്ള പണി ഞാൻ തന്നോളാം. ചിരിച്ച് കഴുത്തിറക്കാന്ന് പറയില്ലേ, അതാണ് അത്. എന്റേതാട്ടോ ഞാൻ പറയണേ. ഓക്കെ, എന്നെ തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ നന്നാവില്ല. ഓക്കെ, ലാസ്റ്റ് വൺ. എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് സ്നേഹം. ഇങ്ങനെയൊക്കെ അനു സംസാരിക്കുന്ന കാണാൻ വഴി കെട്ടി അനു ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണോ? അല്ല, തന്നോണ്ട് അനു അങ്ങ് മുന്നോട്ട് പോകുന്നു അല്ലേ? പക്ഷെ പോണ വഴിക്ക് ആരെങ്കിലും പലരും പല പല ഓഫേഴ്സും കാര്യങ്ങളായിട്ടൊക്കെ വരുമ്പോ പിന്നെ നോ ഒന്നും പറയത്തില്ല. നമ്മൾ നമ്മുടെ വഴി തന്നെ പോയാൽ മതി. അല്ല, എന്തെങ്കിലും ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ നോ പറയേണ്ട സിറ്റുവേഷൻ വന്നാൽ അവിടെ നോ. ഞാൻ നോ പറയും, നോ പറയേണ്ടത് നോ പറയും, യെസ് പറയേണ്ടത് യെസ് പറയും. അത്രയും ബോൾഡാണ്. എല്ലാവർക്കും എന്നെ പേടിയാണ്. അല്ല, സീരിയസ് ആയിട്ട്. പക്ഷെ അപ്പൂസിനെ പേടിയാ. ചേച്ചി ഒരു ഇന്റർവ്യൂ ചേച്ചി ഒരു ഇന്റർവ്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റൂലടാ, ഞാൻ ടൈപ്പിംഗ് മെസ്സേജാ. പക്ഷെ അവന്റെ എങ്ങനെ എടുക്കണം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തരത്തില്ല. കഴിഞ്ഞ വർഷം ഞാൻ തരൂല, അടുത്ത വർഷം തരാം, കുറച്ചാൾ കഴിഞ്ഞ് തരാം. ചേച്ചി പ്ലീസ്, ചേച്ചി പ്ലീസ്. ചേച്ചി ഭയങ്കര പാവത്തോടെ. എനിക്ക് മിക്ക ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നതും എന്നെ വിളിക്കുമ്പോൾ സംസാരിക്കുന്നതൊക്കെ ഒരു ഭയങ്കര, ഞാൻ ഇവരൊക്കെ എന്തിനാ എന്നിട്ട് ഇങ്ങനെ പേടിച്ചൊക്കെ സംസാരിക്കുന്നത്, ഞാൻ അത്ര ഭയങ്കര സാധനമാണോ എന്നൊക്കെ തോന്നാറുണ്ട്. ചിലർക്ക് ഇഷ്ടമാണെന്ന് പോലും പറയാൻ പേടിയ ചേച്ചി. എന്നെ എൻ്റെ അടുത്ത് ആരും ഒന്നും ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയാറില്ല. അതുകൊണ്ടാണെങ്കിൽ നല്ലതാ, ഞാൻ പോണേട്ടാ. അല്ല, ഒരാണെങ്കിൽ എനിക്ക് നല്ലതാ. ചുമ്മാ തലവേദന എന്തിനാ എടുത്ത് തലയിൽ വെക്കുന്നത്? ഞാൻ ചിലപ്പോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നോണ്ടായിരിക്കും ആരും വന്ന് പ്രൊപ്പോസ് ചെയ്യാത്തത്. പേടിച്ചിട്ടാ.